പ്രജിത, ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കം ഒക്കെ വന്നല്ലോ. അപ്പോൾ ഈ ട്രംപ് ഇത്തരത്തിൽ മുൻപിൽ നോക്കാതെ ഓരോ നിലപാടുകൾ അങ്ങ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ട്രംപിൻ്റെ വലിയ അനുയായികൾ അല്ലെങ്കിൽ ട്രംപിനെ അവരോധിക്കാനായിട്ട് രാപകൽ അധ്വാനിച്ച പലരും, ഇപ്പോൾ എലോൺ മസ്കാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. അപ്പോൾ പലരും ട്രംപിൻ്റെ ഈ നടപടികൾ അത് തിരിച്ചടിയാകും എന്നുള്ള സൂചനകളൊക്കെ തരുന്നു. ഇപ്പോൾ ഈ ജോൺ ബോൾട്ടൺ എന്നൊക്കെ പറയുന്ന ആൾ പഴയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. അതേപോലെ ഇപ്പോൾ കൂടുതൽ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുള്ള വാർത്തകൾ വന്നത് എന്താണത്? അതായത് രണ്ടുപേരുടെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഒന്ന് അവിടുത്തെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള നേരത്തെ പറഞ്ഞ അതെ ബോൾട്ടൺ മാത്രമല്ല, ജേക്കബ് സള്ളിവൻ ഉണ്ടല്ലോ, ജേക്കബ് സള്ളിവന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് വളരെ മോശമായ ഒരു രീതിയിൽ തന്നെയാണ് സ്വന്തം രാജ്യത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അത് അദ്ദേഹം പറയുമ്പോൾ തന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത്രത്തോളം തകർന്നിരിക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ബ്രാൻഡ് ടോയ്ലറ്റിൽ എന്നാണ്. എങ്ങനെ? അമേരിക്കൻ ബ്രാൻഡ് ടോയ്ലറ്റിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വന്തം രാജ്യത്ത് നിന്ന് സ്വന്തം രാജ്യത്തിനെ കുറിച്ച് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത് ഒരു നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇമാതിരി ഒരു സെയിം സാധനം ഇവിടെ നാട്ടിൽ പണ്ട് കേട്ടിട്ടുണ്ട്. ഈ ആഗോളവൽക്കരണ അറബിക്കടലിൽ എന്ന് പറയുന്നത് പോലെ അമേരിക്കൻ ബ്രാൻഡ് കക്കൂസിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് പറയാം, കക്കൂസിൽ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പോഡ്കാസ്റ്റിൽ നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത്. ദി ബുൾവാർക്ക് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിലായിരുന്നു അദ്ദേഹം ഈ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളത്. ഈ ട്രംപിന്റെ ഭരണകാലത്തെ നയങ്ങൾ നമ്മൾ നിരന്തരം പറയുന്നത്, ഒരു ദിവസം പോലും നമ്മൾ ആരും ട്രംപിനെ കുറിച്ച് പറയാതെ പോകുന്നില്ല. മൂപ്ലാന്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ളത് ഒരു കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഒരു നയങ്ങളെല്ലാം തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കി. ആ കോട്ടം ഉണ്ടാക്കിയത് വഴിയാണ് ഇത്തരത്തിൽ അമേരിക്കൻ ബ്രാൻഡ് എന്ന് പറയുന്നത്, അമേരിക്കൻ ഒരു ബ്രാൻഡാണല്ലോ, ആ ബ്രാൻഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോയ്ലറ്റിലായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരാമർശം അവിടെ വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വിവാദമായിട്ടുണ്ട് ആ ഒരു പരാമർശം. പക്ഷേ ഒരു മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ പരിതാപകരമല്ലേ? ഉറപ്പായിട്ടും. കാരണം ഈ ജോൺ ബോൾട്ടൺ എന്ന് പറയുന്നത് ഒന്നാം ട്രംപിൻ്റെ കാലത്ത്, ഇപ്പം നമ്മുടെ അജിത് ഡോവൽ ഇവിടെ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ ജോൺ ബോൾട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സുപ്രധാനമായൊരു സംഗതിയുണ്ട്. അതായത് അമേരിക്കയുടെ ബദ്ധശത്രു ഇപ്പോൾ നമ്മൾ കരുതും റഷ്യയാണെന്ന്, ഒരിക്കലുമല്ല, ചൈനയാണ്. ഏഷ്യൻ രാജ്യമായ ചൈനയാണ് അമേരിക്കയുടെ ബദ്ധശത്രു. കാരണം ഈ ചൈന വളരെ ബുദ്ധിപരമായി നീങ്ങുന്ന ഒരു രാഷ്ട്രമാണ്. അവർ മറ്റ് രാജ്യങ്ങളുമായിട്ട് എപ്പോഴും പോയി യുദ്ധം ചെയ്യില്ല. യുദ്ധം ചെയ്താലാണ് ഏറ്റവും കൂടുതൽ കാശ് ചിലവാകുന്ന പരിപാടി. പക്ഷേ അവർ മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ ഉപകരണങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറാണ്, വിൽക്കുക, കാശുണ്ടാക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് വളരെ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് ചൈന. അത് അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ്, ഭീഷണിയാണ്. കാര്യം അമേരിക്കയാണല്ലോ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രം, ലോക പോലീസ്. അപ്പോൾ ചൈന വളരെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നു. അപ്പോൾ ചൈനയെ നിലയ്ക്ക് നിർത്താനായിട്ട് ഏഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളി ഇന്ത്യ ആയിരുന്നു. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്ന അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായിരുന്നു. അപ്പോൾ ഒരു 10-30 വർഷക്കാലം അമേരിക്ക അധ്വാനിച്ച് ഇന്ത്യയെ അമേരിക്കയുടെ പക്ഷത്താക്കി വെച്ചേക്കുമായിരുന്നു. അത് 30 ദിവസം കൊണ്ട് പൊളിച്ചു കളഞ്ഞ ആളാണ് ട്രംപ്. ഒരു 30 ദിവസത്തെ അധ്വാനം അദ്ദേഹത്തിന് അത് വേണ്ടി വന്നുള്ളൂ. ഇനി ഒരു കാരണവശാലും ഇന്ത്യ അമേരിക്ക ബന്ധം പഴയപടിയാകില്ല, ഇന്ത്യ അമേരിക്കയെ എപ്പോഴും ഇനി സംശയത്തോടെ കാണുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ഈ ജോൺ ബോൾട്ടൺ. അപ്പോൾ ഇതിൻ്റെ പ്രതികരണം ട്രംപിനോട് ചോദിച്ചു. സ്വാഭാവികമാണല്ലോ, ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഈ ട്രംപെ തങ്ങളുടെ വലങ്കയായിരുന്ന ബോൾട്ടൺ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ട്രംപ് അയാൾക്ക് വട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി FBI. അതെ, അതായത് ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് ഒരു അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ നമ്മൾ മുൻപ് കണ്ടിരുന്നൊരു ആദരവുണ്ടല്ലോ. അത്രയും വലിയൊരു രാഷ്ട്രം, സൈനികമായി സാമ്പത്തികമായി വളരെ ഉന്നത നിലയിലുള്ള ഒരു രാഷ്ട്രം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബരാക് ഒബാമ, ഇപ്പോൾ ജോ ബൈഡനെ കുറിച്ച് എനിക്ക് അത്ര മതിപ്പൊന്നുമില്ല കേട്ടോ, ബിൽ ക്ലിൻ്റൺ അല്ലെങ്കിൽ ജോർജ് ബുഷ്, അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ നമുക്കുണ്ടായിരുന്ന മതിപ്പുണ്ട്. കാര്യം അവരെ വഹിക്കുന്ന പദവി എന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതനുസരിച്ചുള്ള പറച്ചിലും പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്ന്. ക്ലിൻ്റൻ്റെ കാര്യത്തിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ജോ ബൈഡൻ വന്നപ്പോൾ അയാൾ ഒരു മൗനി ബാബയായിരുന്നു, നമ്മുടെ ഈ മൻമോഹൻ സിംഗിൻ്റെ മറ്റൊരു സ്റ്റാച്ചർ ആയിരുന്നു. പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി
അതായത് നമ്മളൊരു പൊളിറ്റീഷ്യൻ്റെ ഗ്രാജുവലായിട്ടുള്ള ഗ്രോത്താണ് ഒരു പദവി കിട്ടുക എന്ന് പറഞ്ഞാൽ. താഴേക്കിടയിൽ നിന്ന് രാഷ്ട്രീയം പറഞ്ഞും പ്രവർത്തിച്ചും വരുന്നയാൾക്ക് ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നൊരു ഘടകമാണ്. ഈ ട്രംപിനെ സംബന്ധിച്ച് അയാൾക്ക് കച്ചവടം ചെയ്ത അനുഭവ സമ്പത്ത് മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഈ രാഷ്ട്രീയത്തിൻ്റെ നയവും നയതന്ത്രവും അറിയില്ല. അതാണ് ഈ പ്രശ്നം. അമേരിക്കയെ പോലുള്ളൊരു പ്രസിഡന്റ് പദവിയിലിരിക്കുന്നയാൾ വളരെ ഉന്നത തലത്തിൽ ആലോചനകൾ നടത്തി, കൂടിയാലോചനകൾ നടത്തി വേണം ഓരോ പരിപാടികൾ പറയാനും പ്രവർത്തിക്കാനും ചെയ്യേണ്ടത്. പക്ഷേ ട്രംപ് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? അയാൾക്ക് ഈ ആഴ്ചയിൽ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു മാധ്യമ സമ്മേളനമുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ. ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുക, പറയാനുള്ള കാര്യം വളരെ തമാശ പറയുന്ന പോലെ. നമ്മുടെ ഈ വേദികളിൽ മിമിക്സ് പരേഡ് നടത്തുന്നവർ ആ സദസ്സിലുള്ളവരുടെ ആനന്ദം ഏതാണെന്ന് കണ്ടെത്തി ചില അതിരുവിട്ട തമാശകളൊക്കെ പറയുമല്ലോ. സമാന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മതി, പുള്ളി അങ്ങ് പറയുക. ആ പറയുന്ന സാധനം തൊട്ടടുത്ത ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ പുള്ളി എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയും. അത് ഈ രാജകൽപ്പന പോലെ എഴുതി അങ്ങ് ഒപ്പിട്ട് കൊടുക്കുക. ഈ പരിപാടിയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യക്കെതിരെ കൊടുത്ത നിലപാട് യഥാർത്ഥ കാരണം എന്താ? ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അമേരിക്ക പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കമ്മി ആണെന്നാണ് പറയുന്നത്. അതായത് ആദ്യം പ്രഖ്യാപിച്ച് 25% നികുതി അതാണെന്ന് കരുതാം. രണ്ടാമത് പ്രഖ്യാപിച്ച് 25% നികുതി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പാപപരിഹാരാർത്ഥം ഉള്ളതാണെന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. ഇതേ സാധനം തന്നെ ചൈനയും വാങ്ങുന്നുണ്ട്. പക്ഷെ ചൈനയ്ക്കില്ല. ചൈന 48% മറ്റോ വാങ്ങുന്നു. അല്ല, $76 ബില്യൺ എണ്ണയാണ് ചൈന വാങ്ങുന്നത്. ഇന്ത്യ ഏതാണ്ട് 56-52 ആയിട്ടുള്ളൂ. വലിയ അന്തരമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചൈനയ്ക്കെതിരെ ഇല്ല, നികുതി പ്രഖ്യാപനം ഇല്ല. അപ്പോൾ ഈ വന്ന 25% നികുതി അത് ഇയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. എന്തുകൊണ്ട്? ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചത് ഞാനാണ് എന്നുള്ളത് നരേന്ദ്രമോദി അംഗീകരിച്ചു കൊടുത്തില്ല. അതിൻ്റെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അവസാനം ഇപ്പോൾ 79 വയസ്സോ മറ്റോ ഉണ്ട്. വയസ്സാം കാലത്ത് പുള്ളിക്കൊരു മോഹം ഉദിച്ചു, എനിക്ക് ബരാക് ഒബാമയ്ക്ക് കിട്ടിയ പോലെ എനിക്കും വേണം നോബൽ സമ്മാനം. പക്ഷെ അതിനുള്ള അർഹതയുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ വളഞ്ഞ വഴി നോക്കാം, പിടിച്ചു വാങ്ങിക്കാം. അതിന് പല രാജ്യങ്ങളിലും യുദ്ധം അങ്ങ് സ്പോൺസർ ചെയ്തു. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം അത് അമേരിക്കൻ സ്പോൺസേഡ് യുദ്ധമാണ്. ഇസ്രായേൽ ഇറാനിൽ പോയി ആക്രമിച്ചത് അമേരിക്കൻ സ്പോൺസേഡ് യുദ്ധമാണ്. ഇത്തരത്തിൽ പല യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് പുള്ളി പറയാൻ നിർത്തിക്കോ. അപ്പോൾ എന്തായി? ഞാനാണ് ആ യുദ്ധം നിർത്തിയ ആൾ, ഞാനാണ് സമാധാന സ്ഥാപകൻ. ഇതേ പരിപാടി പുട്ടിനോടി എന്ന് പറഞ്ഞ് പുട്ടിൻ ഓടിച്ചു. ഇതേ പരിപാടി മോദിയോടി എന്ന് പറഞ്ഞ് മോദി പറഞ്ഞ് ആ പരിപാടി ഇവിടെ നടക്കില്ല. ഇപ്പോൾ മോദി കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ അസീം മുനീറും ഒക്കെ പറഞ്ഞു, മോനെ ഞങ്ങൾ ഏറ്റു, ഞങ്ങൾ ശുപാർശ ചെയ്യാം. പക്ഷെ മോദി സമ്മതിച്ചില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വേറെയാണ്. കാര്യം ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകുന്ന ശുപാർശ അതിൻ്റെ വില ഒന്ന് വലുതാണ്. പാകിസ്ഥാനും എനിക്ക് തോന്നുന്നത് കംബോഡിയയോ ഇസ്രയേലോ ഇവർ 3 രാഷ്ട്രങ്ങൾ മാത്രമേ ഇതുവരെ ട്രംപിനെ അനുകൂലിച്ച് ഇത് കൊടുത്തിട്ടുള്ളൂ, നോബൽ സമ്മാനത്തിന് ശുപാർശ കൊടുത്തിട്ടുള്ളൂ. ഇന്ത്യ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യ അതിനോട് വിയോജിച്ചു. അതോടുകൂടി നോബൽ സമ്മാന സാധ്യതകൾ മങ്ങി. ഇതിൻ്റെ കലിപ്പാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ള നിലപാട്. ഇത് ബോധമുള്ള അമേരിക്കയിലുള്ള പലർക്കും ഇത് മനസ്സിലായി. അതുകൊണ്ടാണ് ജോൺ ബോൾട്ടനും അതേപോലെ സുള്ളിവനും ഒക്കെ പറയുന്നത്, ട്രംപെ മര്യാദക്ക് നിർത്തിക്കോ, ഇപ്പം നിർത്തിയാൽ നാറുന്നത് കുറയാം, അല്ലെങ്കിൽ ആകെ മൊത്തം നാറ്റമാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.